ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടല്ല, അവർക്ക് പറയാൻ ഒരാളാണ്, കേൾക്കാൻ ഒരാളില്ലാത്തതാണ് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അവർക്ക് ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പകുതി ആളുകളും ഭയങ്കര റിലാക്സ്ഡ് ആണ്. അപ്പൊ ആക്ച്വലി അവർ വിചാരിക്കുന്നത് സൊല്യൂഷൻ ആയിട്ടല്ല, അവർക്കൊരു ഒരാള് കേൾക്കാൻ ആളില്ല. നമ്മൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ സൈക്കോളജിക്കൽ അത്രയേറെ ഒരു പ്രസക്തിയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം ഒരു കൺജസ്റ്റഡ് ആയിട്ട് റൂമിലാണ്. നമ്മുടെ ലോകം എന്ന് പറയുന്നത് മൊബൈലാണ്, നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കുറെ സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നുക ഇയാളോട് സംസാരിച്ചാൽ നല്ലതാണ്. അപ്പം അതിന് നമുക്ക് വീഡിയോ കോൾ ആണ് കുറച്ചും കൂടെ കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യാറ്. അത് വാട്സപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ വട്ടവർ അവർക്ക് എന്താണോ. ഞാൻ എന്റെ ടൈം അല്ല കൂടുതലും ക്ലയന്റിനെ പ്രിഫർ ചെയ്യുക, അവർ മെന്റലി ഓക്കെ ആവുന്ന ഒരു സമയമാണ് പ്രിഫർ ചെയ്യുക. കുറെ ഡിവോഴ്സ് ഒഴിവാകും എന്നല്ല, കുറെ ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പെക്ട് ഉണ്ടല്ലോ. നമുക്ക് പിരിയാനാണെങ്കിലും ഇനിയിപ്പോ മുന്നോട്ട് ജീവിക്കാനാണെങ്കിലും പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നല്ലതാണ്. അഡിക്ഷൻസ് പല രീതിയിലുണ്ട്. നമ്മളെപ്പോഴും പറയാ ലഹരി അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യുക, മാസ്റ്റർബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻസ് ഒക്കെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു മനുഷ്യനിൽ മാത്രം അഡിക്റ്റ് ആവുന്ന മനുഷ്യരുണ്ട്. പലപ്പോഴും നമ്മുടെ നിസ്സഹായാവസ്ഥയായിട്ട് കരയുന്ന ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിരുന്ന് നമ്മളെടുത്ത് സങ്കടം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ഇതായിട്ടുള്ള ആളുകൾക്ക് പോലും നമുക്ക് മൈൻഡിനെ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് ആൻഡ് മാറ്റർ എന്നാണ്. ഇപ്പോഴും 20 കൊല്ലം ജീവിച്ചിട്ടും 30 കൊല്ലം ജീവിച്ചിട്ടും തുറന്ന് സംസാരിക്കാത്ത എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയാം. അവർക്ക് ചിലപ്പോൾ 3 കുട്ടികളും 4 കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അസുഖങ്ങൾ പറയാൻ പറ്റില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റിമസി ഇല്ലാത്തതുകൊണ്ടാണ്. വെൽക്കം ടു സ്റ്റോറി സോ. സ്റ്റോറി സോയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സൈക്കോളജിക്കൽ കൗൺസിലർ ആയിട്ടുള്ള ഷഫീന നസീമാണ്. വെൽക്കം ടു ദ ഷോ. ഞാനേ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയപ്പോൾ ആമി എന്നൊരു പേരാണ് കണ്ടത്. എന്താണ് ഈ ആമി? എങ്ങനെയാണ് ഷഫീന ആമി ആയത്? ഷഫീന ആമി ആയതല്ല, ആമി ഷഫീന ആയതാണ്. ആക്ച്വലി എന്നെ ആമീന്ന് തന്നെയായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. എന്റെ മദറിന് ഒരു മോഡേൺ പേര് ഇടണം എന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫാദറിന്റെ പേര് ഷൗക്കത്ത് എന്നാണ്. ഷായും ഫാത്തിമയുടെ ഫായൊക്കെ കൂടിയിട്ട് ഷെഫീന ആയതാണ്. പിന്നെ ആക്ച്വലി എനിക്ക് മാധവിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരുടെ പുസ്തകങ്ങളൊക്കെ ഭയങ്കര, എന്റെ ടീനേജിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. പിന്നെ ആമി, പിന്നെ ഞാൻ തന്നെ എല്ലാവരും ആരെങ്കിലും പേര് ചോദിച്ചു ഞാൻ ആമി എന്ന് പറഞ്ഞു, അങ്ങനെ ആമി ആയതാണ്. അങ്ങനെ ഒരു പേര് ബ്രാൻഡഡ് നെയിമായി മാറിയില്ലേ? പിന്നെ എപ്പോഴും ഒരു യുണീക്ക് ആണല്ലോ ആ പേര്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കൗൺസിലർ, അതും സൈക്കോളജിക്കൽ കൗൺസിലർ. എങ്ങനെയാണ് ഈ സൈക്കോളജിക്കൽ കൗൺസിലർ ആക്ച്വലി മാറിയത്? ഞാൻ ആക്ച്വലി BDS ആണ്. എനിക്ക് പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. നമ്മളെല്ലാവരും ഓരോ ഫീൽഡിലെത്താൻ നമുക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവും. നമുക്ക് നമ്മളുടെ ലൈഫ് തന്നെ കുറെ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി സൈക്കോളജി പഠിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് സൈക്കോളജിയിലേക്ക്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണല്ലോ, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ഒരു ഫീൽഡിലും ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമാണ് ആളുകളെ പഠിക്കാൻ. ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ആളുകളെ. അവരെ ചിരി ആയിക്കോട്ടെ, ചിരിക്കുന്ന കോണിക്കൽ ആയിക്കോട്ടെ, കണ്ണിന്റെ എല്ലാം, അവരെ കൈയുടെ പോകുന്ന രീതികൾ എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഈ സൈക്കോളജിസ്റ്റുകൾക്ക് കുറച്ചു നേരമൊക്കെ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെ ചെറുതായിട്ടൊന്ന് കേട്ടായിരുന്നു. അല്ല, അത് പൊതുവെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമോ? ഈ നമ്മൾ ഈ കൈ നോക്കുന്ന ആളുകളോട് ചോദിക്കുന്ന പോലെ ചോദ്യങ്ങൾ പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ ഉള്ളിലുള്ളതൊക്കെ അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. വി ആർ ഓൾസോ ഹ്യൂമൻ ബീങ്. പക്ഷെ നമുക്ക് കുറെ പേഴ്സണാലിറ്റികൾ മനസ്സിലാക്കാൻ പറ്റും. ചിലയിടത്ത് നമുക്ക് ആ ആളോട് സംസാരിച്ചാൽ പണി കിട്ടും എന്ന് തോന്നിയ സംസാരിക്കില്ല. അതായത് ഓരോ ആളുകളും നമുക്ക് അവരുടെ ക്യാരക്ടറിസ്റ്റിക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇന്നതാണ്. നമുക്ക് സൈക്കോളജിക്കലി പഠിക്കുന്ന കുറെ പേഴ്സണാലിറ്റികൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ആ രീതിയിലാണ് ബിഹേവ് ചെയ്യുള്ളൂ. ഇത്തരത്തിലുള്ള കേസുകളാണ് കൂടുതൽ വരുന്നത്. ഞാൻ മെയിൻ ആയിട്ട് ഫാമിലി കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ, കപ്പിൾ കൗൺസിലിംഗ് അങ്ങനെയാണ് കൂടുതലും ചെയ്യാറ്. ഞാൻ കുട്ടികളുടെ കേസുകൾ അറ്റൻഡ് ചെയ്യാറില്ല, കാരണം എനിക്ക് അത്ര ക്ഷമയില്ല. കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ അത് വേറെ തന്നെ ഒരു കഴിവാണ്. എനിക്ക് അത് പറ്റാറില്ലാത്തതുകൊണ്ട് ഞാൻ ഫാമിലി കൗൺസിലിംഗ് മാത്രമാണ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അങ്ങനെയുള്ളത് മാത്രമാണ് ഞാൻ കൂടുതൽ. ഇപ്പൊ എന്റെ ഒരു പേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കൂടുതലും കുറെയൊക്കെ പേര് കമന്റ് ചെയ്യാറുണ്ട് ഇത് എന്താണ് എപ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഫാമിലി കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫാമിലിയിൽ വരുന്ന ഇഷ്യൂസ് എന്തെല്ലാം? കൂടുതലും ആളുകൾ നമ്മളെ അടുത്ത് വരുന്നത് ഭയങ്കര, എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടല്ല, അവർക്ക് പറയാൻ ഒരാളാണ്, കേൾക്കാൻ ഒരാളില്ലാത്തതാണ് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്.
അവർക്ക് ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പകുതി ആളുകളും ഭയങ്കര റിലാക്സ്ഡ് ആണ്. അപ്പം ആക്ച്വലി അവർ വിചാരിക്കുന്നത് സൊല്യൂഷൻ ആയിട്ടല്ല, അവർക്കൊരു ഒരാൾ കേൾക്കാൻ ആളില്ല. നമ്മൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ സൈക്കോളജിക്കൽ അത്രയേറെ ഒരു പ്രസക്തിയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമിലാണ്. നമ്മുടെ ലോകം എന്ന് പറയുന്നത് മൊബൈലാണ്, നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. അപ്പോ നമുക്ക് ഒരു ഇത് കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ട് പഠിച്ച ഒരാളുടെ അടുത്ത് പറയുന്നതല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ കുറെ പേര് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ കേസുകൾ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, പ്രണയം തകർച്ച ഉണ്ടാവും, പിന്നെ ഫാമിലി ഇഷ്യൂസ്, എക്സ്ട്രാ മാരിറ്റൽ, പിന്നെ അഡിക്ഷൻസ്, അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന കുറെ പ്രോബ്ലംസ് ആണ് കൂടുതലും വരാറ്. ഇതുപോലെ ഏറ്റവും കൗൺസിലിംഗ് കൊടുക്കുന്നത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈനും ഓഫ്ലൈനും ഞാൻ ചെയ്യാറുണ്ട്. നമുക്ക് കൂടുതലും പുറത്തുനിന്നാണ് കൂടുതലും എൻക്വയറി വരുന്നത്, പുറത്തെ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കോൾ വഴിയാണ് കൂടുതലായിട്ടും കൗൺസിലിംഗ് കൊടുക്കുന്നത്. വീഡിയോ കോൾ ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് പറയാനുള്ള ഒരു ആപ്പ് ഉണ്ടാവണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ മൊബൈലിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നേരിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അത് ഏത് രീതിയിലുള്ള, ഇപ്പൊ ഞാനും സേഫ്റ്റി നോക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ്ഡ് ആയിട്ട് റാപ്പോ ക്രിയേറ്റ് ചെയ്ത് അപ്പൊ നമ്മൾ കുറെ സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നുക ഇയാളോട് സംസാരിച്ചാൽ നല്ലതാണ്. അപ്പം അതിന് നമുക്ക് വീഡിയോ കോൾ ആണ് കുറച്ചും കൂടെ കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യാറ്. അത് വാട്സപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ വട്ടവർ അവർക്ക് എന്താണോ, ഞാൻ എന്റെ ടൈം അല്ല കൂടുതലും ക്ലയന്റിനെ പ്രിഫർ ചെയ്യുക, അവർ മെന്റലി ഓക്കെ ആവുന്ന ഒരു സമയമാണ് പ്രിഫർ ചെയ്യുക. ആമി മുന്നും ഇങ്ങനെ നല്ലോണം സംസാരിക്കുന്ന ഒരാളാണ്. ഞാനൊരു ബ്ലാ 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 ആണ് ചെറുപ്പം മുതലേ. എനിക്ക് ആക്ച്വലി ഒരു LLB അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ഒക്കെ ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ വീട്ടില് ഭയങ്കര പ്രഷറായിരുന്നു, സംഘർഷങ്ങൾ കൂടി. സൈക്കോളജിയിലേക്ക് എനിക്ക് ഞാൻ അങ്ങനെ പിണങ്ങുന്ന ഒരു ക്യാരക്ടർ അല്ല, പറ്റില്ല ഇറങ്ങി പോവാ, അത്രേ ഉള്ളൂ. അല്ലാതെ മിണ്ടാതിരിക്കാന്ന് പറയുന്നത് എന്റെ ഡിക്ഷണറിയിലേ ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൗൺസിലിംഗ് ആവശ്യമുള്ള ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത്. അതിനോട് എങ്ങനെയാണ് ഒരു കൗൺസിലർ എന്ന രീതിയിൽ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? നമ്മൾ ഓരോ ഏജില്, ഇപ്പൊ ചൈൽഡില് ചിലർ ചോദിക്കും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, നമുക്ക് കുട്ടികളോട് ചോദിക്കുമ്പോഴാണ് അവരുടെ ഫീലിങ്സ്. ഓരോ ഏജിൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങളാണ്. ടീനേജിൽ വേറെ പ്രശ്നങ്ങളാണ്, അഡോളസൻസിൽ, അതുപോലെ നമ്മൾ അഡൾട്ട് എത്തുമ്പോൾ, പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫാമിലി ലൈഫിൽ എത്തുമ്പോൾ ഒരു ആസ് എ വൈഫ്, ആസ് എ ഹസ്ബൻഡ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂ നേരിടുന്നുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു തക്ക സമയത്ത് നമ്മളൊരു കൗൺസിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ എനിക്ക് വളരെ പ്രിഫർ ആയിട്ട് പറയാനുള്ളത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ടല്ലോ. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കല്യാണത്തിന് മുൻപേ നമ്മൾ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ കുറെ ഡിവോഴ്സ് ഒഴിവാകും എന്നല്ല, കുറെ ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പെക്ട് ഉണ്ടല്ലോ. നമുക്ക് പിരിയാനാണെങ്കിലും ഇനിയിപ്പോ മുന്നോട്ട് ജീവിക്കാനാണെങ്കിലും പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നല്ലതാണ്. നമുക്ക് എങ്ങനെയാണ് ഒരാളെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ലൈഫിലേക്ക് പോകേണ്ടത് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഇപ്പൊ ക്രിസ്ത്യൻസിലാണ് കൂടുതലും കാണപ്പെടുന്നത്. നമ്മൾ അവരെ കല്യാണത്തിന് മുൻപേ എങ്ങനെയാണ് ക്ലാസ് കൊടുക്കുന്ന പോലെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എനിക്ക് പലപ്പോഴും ഓരോ കേസുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് കുറച്ചും കൂടെ മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു വീഡിയോ കണ്ടായിരുന്നു, 3 തരത്തിലുള്ള ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടായിരുന്നു. അതെങ്ങനെയാണ്, ശരിക്കും അങ്ങനെയാണോ? ഭാര്യമാരുണ്ടോ? 3 രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഡിഫറെന്റ് ആണ്. പക്ഷെ ഞാനത് പറയുമ്പോ ഇത്ര വൈറലാവുന്ന പ്രതീക്ഷയല്ല കേട്ടോ. 3 രീതിയിലുള്ള, പണ്ടപ്പോ ആരോ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞതാണ്, ആക്ച്വലി എന്റെ ഒരു കണ്ടുപിടുത്തല്ല. പക്ഷെ നമുക്കതിങ്ങനെ 3 രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയാം. നല്ലത് ചീത്തത് ന്യൂട്രലായിട്ട് നിൽക്കുന്നത് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ അത് കുറെ പേര് പറഞ്ഞു 3 അല്ല 30,000 ഉണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പൊ നമ്മളുടെ ഭാര്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത് എല്ലാം ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് അല്ലെ. നമ്മുടെ ലൈഫിൽ ഒരാള് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന രീതി അനുസരിച്ചാണ് അവര് നമ്മളോട്, നമ്മൾ റെസ്പെക്ട് ചെയ്താലേ അവര് നമ്മളെയും റെസ്പെക്ട് ചെയ്യുള്ളൂ എല്ലാ രീതിയിലും. അപ്പൊ 3 എന്നല്ല, എല്ലാം ഡിഫറെന്റ് തന്നെയാണ്. പക്ഷെ അതത്ര വൈറലായി. എന്താ പറയാ, ആ ഒരു ഡയലോഗും കൂടി ഒന്ന് ഇവിടെ പറയണേ. കാരണം ആ ഒരു 3 തരത്തിലുള്ള ഭാര്യമാരുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റീല് ഗംഭീരായിരുന്നു. അതൊന്ന് പറയാമോ ഞങ്ങൾക്ക് വേണ്ടി? നമ്മൾ എന്ത് കാര്യം ഒരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇന്നത് ചെയ്യാൻ ഇന്നതാണ് എന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഒരു സെറ്റ് ഓഫ് റൂൾ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാന്ന് പറയുന്നത് അതല്ല, അതിൽ കൂടുതൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ.
അപ്പൊ 3 രീതിയിലുള്ള ഭാര്യമാരാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒന്നിനെ കുറിച്ച് ബോധേഡായിരുന്ന ആൾക്കാരല്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ എവിടെ പോകണേ, എന്താണ്, എങ്ങനെയാന്നുള്ളത് ഇങ്ങനെ 100 തവണ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ എവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് ധാരണയുണ്ടാവും, പക്ഷെ നമ്മളുടെ വറീസ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചൊക്കെ നല്ല ധാരണയും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ നമ്മുടെ ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അവള് ഒന്നില്ലെങ്കിൽ സപ്പോർട്ടീവ് ആണെന്ന് പറയും, അല്ലെങ്കിൽ സപ്പോർട്ട് അല്ല എന്ന് പറയും. ഇത് സപ്പോർട്ടും ചെയ്യും ക്രിട്ടിസൈസും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയല്ലേ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. സിമ്പിൾ. ജോബ് വളരെ സിമ്പിൾ ആണ്. അതുപോലെ സൈക്കോളജി വളരെ സിമ്പിൾ ആണോ? സിമ്പിൾ ആണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റഡ് ആയവർക്കെല്ലാം സിമ്പിൾ ആണ്. അങ്ങനെ പഠിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നൊന്നുമല്ല. അപ്പൊ നമ്മൾ തന്നെ ഡിപ്ലോമ കൗൺസിലിംഗ് സൈക്കോളജിയുടെ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. പഠിക്കുന്നവർക്ക് പഠിക്കാം. 6 മന്തിന്റെ കോഴ്സ് ഉണ്ട്, 1 ഇയറിന്റെ കോഴ്സുകളുണ്ട്. പിന്നെ ഒരു വരുമാന മാർഗം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഓരോ അഡിക്ഷൻസ് ഉണ്ടാവും. ഈ അഡിക്ഷൻസിൽ നിന്നൊക്കെ നമുക്കൊന്ന് ഓവർകം ചെയ്യാനായിട്ട് എന്തെല്ലാം ടിപ്സ് ആണ് കൊടുക്കാറുള്ളത്? എന്തെല്ലാം കൗൺസിലിംഗ് ആണ്? എനിക്ക് അഡിക്ഷൻസ് പല രീതിയിലുണ്ട്. നമ്മളെപ്പോഴും പറയാ ലഹരി, അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യുക, പിന്നെ മാസ്റ്റർബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോൺ അഡിക്ഷൻസ് ഒക്കെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു മനുഷ്യനിൽ മാത്രം അഡിക്റ്റ് ആവുന്ന മനുഷ്യരുണ്ട്. പലപ്പോഴും നമ്മുടെ നിസ്സഹായാവസ്ഥയായിട്ട് കരയുന്ന ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിരുന്ന് നമ്മളടുത്ത് സങ്കടം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ഇതായിട്ടുള്ള ആളുകൾക്ക് പോലും നമുക്ക് മൈൻഡിനെ, ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് ആൻഡ് മാറ്റർ എന്നാണ്. നമുക്ക് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇറ്റ്സ് ഡസന്റ് മാറ്റർ. നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് എവിടെയാണ് നമ്മൾ കുട്ടികളെ നമ്മൾ ഈ പാരന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ പലപ്പോഴും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോളിൽ കിട്ടില്ല. അവിടെയാണ് നമ്മളൊരു റിലേഷൻഷിപ്പിൽ പെട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പെട്ടുപോകുന്നതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത. എപ്പോഴും ഞാൻ പറയും നമുക്ക് എന്തോ ആവാം നമ്മുടെ ലൈഫിൽ, പക്ഷെ ബാക്ക് ടു നമ്മളിലേക്ക് വരണ്ടേ, ബാക്ക് ടു നമ്മളിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ആർത്ത് കരയുന്നതും അല്ലെങ്കിൽ സങ്കടപ്പെടുന്നതും, പിന്നെ ചിലവർ കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഒക്കെ അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്ന പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണാലിറ്റികൾ നോക്കണം. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാള് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവര് ഒരു ബിഹേവിയർ കാണിക്കും, അവര് വെറുതെ വിടില്ല. അപ്പൊ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ ഓരോ ആളുകളെ നമുക്ക് അറിയില്ലല്ലോ, സ്നേഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത് പിരിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഈ ട്രോമ ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ബാക്ക് ടു നമ്മളിലേക്ക് വരാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് നമ്മൾ ഈ പാരന്റിങ്ങിൽ, അഡോളസൻസിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ വരണം എന്നുള്ളതാണ്. ഇപ്പോ ഈ ഒരു ടീനേജ് ഏജില്, ടീനേജ് മാത്രമല്ല അല്ലാതെയുള്ള ടീനേജ് മുതലാണ് നമ്മൾ മാസ്റ്റർബേഷന്റെ ഒരു ഏറ്റവും രൂക്ഷമായിട്ടുള്ള അഡിക്ഷൻസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് അങ്ങനത്തെ കേസുകൾ വരാറുണ്ടോ? ഇഷ്ടം പോലെ. പോൺ വീഡിയോസും മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ 2 വശം. നമ്മൾ പോൺ വീഡിയോസ് കണ്ടിട്ടാണ് ആക്ച്വലി മാസ്റ്റർബേഷനിലേക്ക് പോകുന്നത്. ഇപ്പോ മാസ്റ്റർബേഷൻ കൂടുതലായിട്ടും തുറന്നു പറയാ ആൺകുട്ടികളാണ്, പക്ഷെ ആക്ച്വലി പെൺകുട്ടികൾ അഡിക്ഷൻസ് ഉണ്ട്. പക്ഷെ പെൺകുട്ടികൾ പൊതുവെ പറയില്ല, എസ്പെഷ്യലി നമ്മളുടെ കൾച്ചറിൽ ഒട്ടും പറയില്ല. നോർത്ത് ഇന്ത്യൻസിലൊക്കെ അല്ലെ നോർത്തിലൊക്കെ പെൺകുട്ടികൾ തുറന്ന് പറയുന്നുണ്ട്. ഇത് പറയണമെന്നോ അതൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ പെൺകുട്ടികൾ നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കില്ല. പക്ഷെ പുരുഷന്മാരെയാണ് മാസ്റ്റർബേഷൻ ചെയ്ത് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഭാര്യയോട് താല്പര്യം ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ലൈഫിനോട് തന്നെ ഒരു മടുപ്പ് വരിക. മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉൾവലിയും. നമ്മൾ ഏത് ജോലിക്ക് പോയി കഴിഞ്ഞാലും വേഗം റൂമിലേക്ക് പോകാനൊരു ടെൻഡൻസി വരിക, ക്ഷീണം വരിക, എല്ലാത്തിനോടും ഒരു മടി വരിക. മാസ്റ്റർബേഷൻ മാറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം അവനവൻ തന്നെ തീരുമാനിക്കേണ്ടതാണ്. നിങ്ങൾ എത്ര വലിയൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ തീരുമാനിക്കുന്നിടത്ത് നമുക്ക് അഡിക്ഷൻസ് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുള്ള ടിപ്സുകൾ അല്ലാതെ എങ്ങനെ എന്താണ്, അല്ലെങ്കിൽ ചിലപ്പോൾ റൊട്ടീൻ ആയിരിക്കും, ശീലമായിരിക്കും, അഡിക്ഷൻ ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ ഓരോരുത്തർ ഈ പറഞ്ഞ പോലെ കൂടുതലും ആയിട്ടും നമുക്ക് ഈ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ഗൾഫിലുള്ളവര് ഒരു റൂമിലൊക്കെ ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾ ഒരു റിലീഫിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ് കൂടുതലും മാസ്റ്റർബേഷൻ. അതുപോലെ ഭയങ്കര ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല ഉറക്കം വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ഇത് തുടങ്ങുക. അല്ലെങ്കിൽ പാർട്ട്ണർ ഒരു സെക്ഷലി കോപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഫാന്റസി ഇല്ലെങ്കിലൊക്കെയാണ് നമ്മൾ മാസ്റ്റർബേഷൻ അഡിക്ഷൻ ആവുന്നത്. പക്ഷെ നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത് മാസ്റ്റർബേഷൻ ആയിക്കോട്ടെ, പോൺ വീഡിയോസ് ആയിക്കോട്ടെ,
പക്ഷെ അത് നമ്മള് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടാവുമെന്ന് നമ്മൾ അറിയേയില്ല. കുറേ കഴിയുമ്പോഴാണ് നമുക്കത് ഇത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. കൂടുതലായിട്ടും ഇപ്പൊ ഏത് സൈക്കോളജിക്കലി അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ ആയിക്കോട്ടെ, എന്തും ബാധിക്കുന്നത് കൂടെയുള്ള ആൾക്കാർക്കാണ്. തീർച്ചയായിട്ടും നമ്മൾക്കല്ല ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്, നമ്മുടെ കൂടെയുള്ള ആളുകൾക്കാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അവരാണ് കൂടുതലും, ഇപ്പൊ നമ്മളടുത്ത് വരുമ്പോൾ കൂടുതലും സ്ത്രീകൾ മാഡം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മാഡം ഇങ്ങനെ വൈഫ് കോപ്പറേറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ്. അപ്പൊ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഭാര്യക്ക് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഭർത്താവാണല്ലോ സഹിക്കുക, ഭർത്താവിനുണ്ടെങ്കിൽ ഭാര്യ. അപ്പൊ ഇതിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. സംസാരിക്കാൻ നമ്മൾ എത്ര സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാവില്ല. പലപ്പോഴും നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു എന്താ പറയാ, ഇന്റിമസി പലപ്പോഴും ഉണ്ടാവില്ല ഭാര്യ ഭർത്താവ് തമ്മിൽ. ഇപ്പോഴും 20 കൊല്ലം ജീവിച്ചിട്ടും 30 കൊല്ലം ജീവിച്ചിട്ടും തുറന്ന് സംസാരിക്കാത്ത എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ടെന്നറിയാം. അവർക്ക് ചിലപ്പോൾ 3 കുട്ടികളും 4 കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അസുഖങ്ങൾ പറയാൻ പറ്റില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്റിമസി ഇല്ലാത്തത് കൊണ്ടാണ്. ഫിസിക്കലി ഇന്റിമസി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഇന്റിമസി എന്ന് പറയുന്ന, ചിലവര് വീട്ടിൽ തമാശ പറയാനോ അല്ലെങ്കിൽ കളികൾ പറയാനോ അല്ലെങ്കിൽ കളിയാക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അയ്യോ എന്റെ ഈ പ്രായത്തിൽ എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ എന്റെ ഒരു വില പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ചിരിയും കളിയും തമാശ തന്നെയാണ്. നമ്മൾ കുറേ ജീവിച്ച് ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര ജോലി കാര്യങ്ങൾ വീർപ്പുമിട്ട് ഒരു പ്രഷർ, മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ ദുൽഖർ സൽമാൻ ഒരു പ്രഷർ കുക്കറിൽ നമ്മളിങ്ങനെ ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മൾ കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരു ഓർമ്മകളും ഇല്ല. ആളുകൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറെ ലിവ് അറ്റ് ദ മൊമെന്റ് എന്ന് പറയുന്നത് കുറെ യാത്രകൾ പോകുന്നുണ്ട്. അവർക്ക് ലൈഫ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് അറിയാം, എൻജോയ് ചെയ്യണമെന്ന് അറിയാം. അത് സേവിങ്സ് ഇല്ലാന്ന് പഴയ തലമുറകൾ പറയുന്നുണ്ടെങ്കിലും നമുക്കൊക്കെ മെമ്മറീസ് അല്ലെങ്കിൽ നമുക്കൊക്കെ ജീവിക്കാനുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ വലിയൊരു കാര്യം വരാൻ നിൽക്കേണ്ട കാര്യമില്ല ലൈഫിലെ ഹാപ്പിനെസ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ടോക്സിക് റിലേഷൻസ്. ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനോട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? ടോക്സിക് റിലേഷൻഷിപ്പ്, ടോക്സിക് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് അറിയോ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ലൈഫിൽ ഒരു ബന്ധം വരുമ്പോൾ അതിൽ നമുക്ക് ഹാപ്പിനെസ് ഇല്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ന് വിളിക്കും കുറെ ചീത്ത പറയും, അപ്പൊ കുറെ ഇരുന്ന് കരയും, നാളെ വിളിച്ചിട്ട് സന്തോഷിപ്പിക്കുമ്പോ സന്തോഷായി അടിപൊളിയായി. ഇപ്പോഴത്തെ ടീനേജിൽ കാണുന്ന ഒരു കാര്യമാണ്. കാരണം കുറേയൊക്കെ കഴിയുമ്പോൾ ഇവർക്കൊരു തരം മടുപ്പ് വരും. എടുത്ത് പറിച്ച് കളയേണ്ട, വലിച്ചെറിഞ്ഞ് കളയേണ്ട സമയത്ത് കളയാതെ അതിങ്ങനെ കൊണ്ടു നടന്ന് പിന്നെ അതൊരു ഡിവോഴ്സായി, പിന്നെ ഒരു ഇഷ്യൂസായി, പല പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസസീവ്നെസ് കൂടുക, എവിടെയും പോകാൻ അനുവദിക്കാതിരിക്കുക, സ്പേസ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളുടെ ജോലിയെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ഫാമിലിയൊക്കെ അംഗീകരിച്ച് നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ ഭാര്യ മാത്രമല്ല, അല്ലെങ്കിൽ കാമുകി മാത്രമല്ല, അല്ലെങ്കിൽ ഭർത്താവ് മാത്രമല്ല, നമ്മൾക്ക് ഇതെല്ലാം ചെയ്യുന്നൊരു റോളാണ്. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടങ്ങളുണ്ട്, അവൾക്ക് താല്പര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സ്പേസ്, അല്ല ജോലി ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുന്നിടത്തേ നിലനിൽക്കുള്ളൂ അല്ലെ. അല്ലാതെ നമുക്ക് ഒരു റിലേഷൻഷിപ്പും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് കാര്യത്തിന്, നമ്മുടെ ഉയർച്ചയെ, ചിലവർക്ക് പൊസസീവ്നെസ് വരും, ചിലവർക്ക് ഈഗോ കയറി വരും. ഭാര്യ നമ്മളെക്കാൾ കൂടുതൽ സമ്പാദിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നല്ലത് പറയുമ്പോൾ അത് പ്രശ്നമാണ്. അങ്ങനെ ഇങ്ങനെ, അതായത് നമ്മുടെ വളർച്ചയെ അംഗീകരിക്കാത്ത, നമ്മുടെ മനസ്സമാധാനത്തെ ബാധിക്കുന്ന, പലപ്പോഴും പറയും ഒരു നല്ല റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് വന്ന് നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരാൻ പറ്റൂ. ഇപ്പൊ എന്തൊക്കെയോ ഉണ്ടായിട്ടും നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? തീർച്ചയായിട്ടും ഒന്നുമില്ല, അതിലൊരു കഥയില്ല. നമ്മളുടെ ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, എപ്പോഴും സങ്കടം പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നെ ആ ജീവിതത്തിൽ അർത്ഥമുണ്ടോ? അത്രേ ഉള്ളൂ. നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ, എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ നമുക്കിത് ടോക്സിക് ആണെന്ന്, ഈവൻ നമുക്ക് കല്യാണം കഴിഞ്ഞ് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അത് മാക്സിമം നോക്കുക, ബന്ധം കളയണം എന്നല്ല. പക്ഷെ നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് തീരെ നിങ്ങളുടെ ഉയർച്ചയെ, നിങ്ങളുടെ സമാധാനത്തെ, നിങ്ങളുടെ സന്തോഷത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ്
ഇറങ്ങി പോവാനുള്ള ഒരു ധൈര്യം കാണിക്കണം. അതെപ്പോഴും ഉണ്ടാവുക സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നാണ്. നമ്മളെ സെൽഫ് ലവ്, നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളെ വേർത്ത്, നമ്മുടെ വില നമ്മൾ മനസ്സിലാക്കണം. അതില്ലാത്തടത്താണ് ഇങ്ങനെ മിണ്ടോ 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 വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു വാല്യൂ ഉണ്ട് അല്ലെ. നമ്മുടെ വാല്യൂ അല്ലെങ്കിൽ നമ്മളുടെ, ഞാൻ എപ്പോഴും തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏതൊരാളെയും തലയിൽ കൊണ്ടുവെക്കാം, നെഞ്ചിൽ കൊണ്ടുവെക്കരുത്. തലയിൽ നമുക്ക് താഴെ ഇടാം, നെഞ്ചിൽ കയറ്റാൻ ഇറക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ അനുവദിക്കാതെ ആരും നമ്മളെ എന്താ പറയാ ചീറ്റ് ചെയ്യോ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുകയോ ചെയ്യില്ല. നമുക്ക് ആദ്യമേ നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ പറയണം, ഇന്നതാണ് കേട്ടോ, എനിക്ക് ഇന്നത് നടക്കില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്നത് പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യമേ തുടക്കത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരു ഇഷ്യൂസ് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് തുടക്കത്തിലേ തന്നെ ഭയങ്കര നല്ല കുട്ടിയായി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുക. ലോകത്തിലെ ഏറ്റവും നല്ല കാമുകനാവാനും കാമുകിയാവാനും ഏറ്റവും ഭംഗിയുള്ള ഡ്രസ്സ്, പിന്നെ ആഫ്റ്റർ കുറെ 3-4 മാസം കഴിയുമ്പോഴാണ് തനി സ്വരൂപം. അപ്പൊ അങ്ങനെ നിൽക്കണ്ട, നിങ്ങളെപ്പോഴും നിങ്ങളായിട്ട് നിൽക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ PM ഗഫൂർ പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാള്, അത് മാത്രമേ നിലനിൽക്കുള്ളൂ. തീർച്ചയായിട്ടും. ശരിക്കും ഇതൊക്കെ ഓരോ ലൈഫ് തന്നെയല്ലേ. ഉറപ്പായിട്ടും ഇതിന്റെ ഇടയിൽ നമ്മൾ പറയാറുണ്ട് നമ്മുടെ മക്കളെ കണക്കാക്കിയിട്ടാണ് പല ഡിവോഴ്സുകളും എന്താ പറയാ അതിൽ നിന്ന് ബാക്ക്വേർഡ് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയാറുണ്ട്. അതെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്ക് അത്ര വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതായത് എപ്പോഴും ചീത്തയും വഴക്കും ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു കപ്പിൾസിന്റെ ഇടയിൽ ഒരു കുട്ടി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഭാവിയിൽ അതെങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ ഞങ്ങള് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കളെ നമ്മൾ പരസ്പരം ഹഗ് ചെയ്യുന്നതും ഉമ്മ വയ്ക്കും. ഇപ്പൊ മാധവിക്കുട്ടി ഒരു ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ കൊല്ലുന്നതും വെടിവെക്കുന്നതും ഒക്കെയാണ് ഒന്നിച്ചിരുന്ന് കാണുന്നത്. ഒരു കെട്ടിപ്പിടിക്കോ ഒരു ഉമ്മ വയ്ക്കോ വരുമ്പോ സമയത്ത് നമ്മൾ TV ഓഫ് ചെയ്യാണ്. ആക്ച്വലി സ്നേഹിക്കുന്നത് തെറ്റാണെന്നും ഈ കൊല്ലുന്നതും വെടിവെക്കുന്നതും നല്ലതുമാണെന്നാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു വീട്ടിലൊക്കെ കാണും, ഒന്ന് മാറിക്ക് മക്കള് കാണും. പക്ഷെ ആക്ച്വലി എല്ലാം കാണിക്കണമെന്നല്ല, ഇതിനെ വേറെ രീതിയിൽ കമന്റ് ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഹഗ് ചെയ്യുന്നതും നമ്മളൊരു കുറെ കഴിയുമ്പോൾ അവർ ചിന്തിക്കേണ്ടത് എന്റെ അച്ഛനും അമ്മയും സ്നേഹിച്ച് ജീവിച്ചവരാണ്, എനിക്ക് അങ്ങനെയാണ് എന്റെ ഭാര്യയെ നോക്കാൻ പറ്റുക. ഞാൻ എപ്പോഴും പറയും, സ്ത്രീകളെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല, റെസ്പെക്ട് ചെയ്താൽ മതി. പ്രൊട്ടക്ഷൻ അവർക്ക് അറിയാം. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന് വ്യക്തമായ ധാരണയുണ്ട് എന്ത് ചെയ്യണം, എന്താക്കണം, എവിടെ പോകണം, ഫിനാൻഷ്യലി ക്രെഡിബിൾ ആവണം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അവർ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്, നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. എങ്ങനെയാണ് ഹൗ ടു ബിഹേവ് അതേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ്. ഇപ്പൊ ഇപ്പൊ ഞാൻ പറയില്ലേ, ഇപ്പൊ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ഈ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ്, അടിക്കല് അല്ലെങ്കിൽ കള്ള് കുടിച്ച് വരുമ്പോ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ നമ്മുടെ കുട്ടികളെ ഭയങ്കര ട്രോമ ബോണ്ട് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പാരന്റിങ്ങിനേക്കാളും നല്ലത് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഹാപ്പി ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഈ എക്സ്ട്രാ മെറിറ്റൽ അഫെയറിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? എല്ലാം ചോയ്സ് ആണ്. നമുക്കത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല, ശരിയാണെന്നും പറയാൻ പറ്റില്ല. അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പലപ്പോഴും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അല്ലെ. എന്ന് വെച്ചിട്ട് ഇതിനെ വേണമെന്ന് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ചില കേസുകളിൽ നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പൊ തീരെ റെസ്പെക്ട് ചെയ്യില്ല അല്ലെങ്കിൽ തീരെ ഫിനാൻഷ്യലി അവരെ നോക്കാറില്ല അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ പോവാം എന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഒരു ലേഡി വന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും തെറ്റാന്ന് പറഞ്ഞ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? എന്നാ അതെ, സിറ്റുവേഷൻ ആണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം പ്രോബ്ലം ആവുന്നത് വീട്ടുകാരെ അറിയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതുവരെ ഇതെല്ലാം ഓക്കെയാണ്. ഫാമിലി അറിയുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നം വരുന്നത്. പക്ഷെ അവനവന്റെ നിലനിൽപ്പ്, അവനവന്റെ എന്താ പറയാ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവനവന്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഈ അവിഹിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എല്ലാം എക്സ്ട്രാ ആണ്. എക്സ്ട്രാ കെയർ, എക്സ്ട്രാ ലവ് എല്ലാം നമുക്ക് ഭയങ്കര രസമാണ്. കാരണം നമുക്ക് ഇവിടുന്ന് കിട്ടാത്ത കുറെ കാര്യങ്ങൾ, എക്സ്ട്രാ പരിഗണന എല്ലാം നമുക്ക് അവിടുന്ന് കിട്ടണം. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇത് അടിപൊളിയാണ് അല്ലെങ്കിൽ ഇതാണ്. പക്ഷെ ഇവരുടെ കൂടെയൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ഇതിനേക്കാൾ ദയനീയമായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിഹിതം എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയാ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമല്ല, അതെപ്പോഴും നിലനിൽക്കില്ല. അതിനൊരു നേർക്കുമില്ലയുടെ ആയുസേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
പക്ഷെ ഇതൊന്നും വലിയ സീരിയസ് ആയിട്ട് തന്നെ എപ്പോഴും കണക്കാക്കുന്ന ആളുകൾ എന്നില്ല കേട്ടോ. നമ്മുടെ ക്ലൈന്റ് ഒക്കെ ഓരോരുത്തർ അവരുടെ ഒരു എന്താ പറയാ ഒരു പാഷൻ ഫാൻസി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടൈം പാസ് ഒക്കെ ആയിട്ട് രണ്ട് ഇൻഡിവിജ്വലും കണക്കാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ന്യൂട്രൽ ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അവിഹിതം ഒരു വലിയ ഇഷ്യൂസ് എപ്പോഴും ആവുന്നത് അവരവരുടെ ഫാമിലിയിൽ വലിയ പ്രോബ്ലം ആവുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ അറിയുമ്പോഴും ഭർത്താവ് അറിയുമ്പോഴാണ് വലിയ പ്രശ്നമാകുന്നത്. പക്ഷെ അത് പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ അവിടെ ട്രബിൾ അനുഭവിക്കുന്നത് കുട്ടികളാണ്. ഇത് ഈ അടുത്ത് റീസെന്റ് ആയിട്ടൊരു കേസ് വന്നപ്പോ ഭാര്യക്ക് അവിഹിതം ഉള്ളത് ഭർത്താവിനും അറിയാം, ഭർത്താവിന് അവിഹിതം ഉള്ളത് ഭാര്യക്കും അറിയാം. അപ്പൊ രണ്ടുപേരും പരസ്പരം ഉണ്ടാതിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന കേസുകളും ഉണ്ട്. പക്ഷെ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യില്ല. അങ്ങനെയും പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയില്ല, ഇതിലൊക്കെ ട്രോമ ഉള്ളത് കുഞ്ഞുങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പാർട്ട്ണർ ഉണ്ടാവും, ഭാര്യമാരുണ്ടാവും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാവും. അവർക്കൊക്കെ ഇത് വലിയൊരു ട്രോമ തന്നെയാണ്. പിന്നെ വൺസ് നിങ്ങൾ ഒരു സംശയത്തിൽ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ, അതായത് സംശയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ തീർന്നു, ലൈഫ് തീർന്നു. പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോയാലും പിന്നെ നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും ട്രസ്റ്റ് ഇഷ്യൂ ആണ് ഇതിൽ ആദ്യം വരുന്നത്. ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ പല പല കാര്യങ്ങളുണ്ട്. ഞാൻ പറയല്ലേ, റെയിലിന് തലവെക്കുന്ന ഒരു അവസ്ഥയാണ് വൺസ് ഇത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യാതിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും ആരോഗ്യത്തിനും നല്ലത്. ചില റിയാലിറ്റീസ് ഈ റീൽസ് ആയിട്ട് ചെയ്യുമ്പോ നല്ല നെഗറ്റീവ് കമന്റ്സുകൾ എനിക്കിത് പറയണം തന്നെ. നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആളുകളുടെ പ്രൊഫൈൽ നോക്കിയാൽ ഇവർക്കൊരു പോസ്റ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതായത് നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഇടാം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും തുറന്നു പറയാം. പക്ഷെ ഒരാളെ ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ ഒരാളെ വളരെയധികം മോശമായിട്ട് പറയേണ്ട യാതൊരു, ഇപ്പൊ ഈ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എത്രയോ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്നറിയോ. ഈവൻ ഈ പ്രോബ്ലം കൊണ്ട് ഇപ്പൊ ഞാൻ ഓർഗാസത്തിന്റെ വീഡിയോ ഇട്ട സമയത്ത്, ഒരു ഫോർപ്ലേയുടെ വീഡിയോ ഇട്ടുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളാണ് ആക്ച്വലി വിളിച്ചിരുന്നത്. ഇതുവരെ എന്താണെന്ന് അറിയാത്ത, ഇതുവരെ അവരെ പരിഗണിക്കാത്ത ഒരുപാട് കേസുകൾ നമ്മളെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഇതും ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ ആക്ച്വലി ഈ ഫാമിലി ലൈഫിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്ന ബെഡ്റൂമിൽ അല്ലെങ്കിൽ സെക്ഷലി ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് കൂടുതലായിട്ടും അവിടെ നിന്ന് തുടങ്ങുന്നതാണ് പല പ്രോബ്ലംസും. അപ്പൊ പിന്നെ എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത് പറയുന്ന ഒരാള് വളരെ മോശമായിട്ടും വളരെ ബ്ലെയിം ചെയ്ത് പറയേണ്ട യാതൊരു കാര്യമില്ല. ഈ കമന്റ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് നേരിട്ട് വരും, നേരിട്ട് വന്ന് തീർക്കാൻ. അതെ, വളരെ വ്യക്തമായിട്ട് അഡ്രസ്സും നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ചോദിക്കാം, അതിന് വ്യക്തമായ ഉത്തരം തരുമല്ലോ. പക്ഷെ എന്തിനാണ് ഫേക്ക് ഐ ഡിയിലൊക്കെ വരുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോക്കുന്ന എല്ലാ ഇതിലും ഒന്നും ഇവനോട് ഒരു മറുപടി പറഞ്ഞേക്കാന്ന് വെച്ച് നോക്കുമ്പോ ഫേക്ക് ഐ ഡി വെറുതെ ആയിരിക്കും. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് പറയാം, ഇതൊന്നും ആരുടെ സ്വാതന്ത്ര്യത്തില് കൈയിടുന്നൊന്നുമല്ല. പക്ഷെ നമ്മൾക്ക് ഒരു ജെനുവിനിറ്റി വേണ്ടേ? അതെ, തീർച്ചയായും. നമ്മളെ ബ്ലെയിം ചെയ്തിട്ടല്ല, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേണ്ട നമ്മളാരും എന്താ പറയാ കമന്റ് ചെയ്യരുത്. ഈ കമന്റ്സ് കൊണ്ട് ആളുകളെ തളർത്തുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മറ്റൊരു ട്രെൻഡാണ്. യെസ് യെസ്, അത് തളരരുത് രാമൻകുട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. തളരരുത് രാമൻകുട്ടി അല്ല, അതല്ല കേട്ടോ. എല്ലാം നമ്മള് ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ 100 പേർക്ക് 100 അഭിപ്രായമായിരിക്കും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ നോക്കിയാൽ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. അതിലൊന്നും തളരരുത് ആരും. പക്ഷെ നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും പറയാറുണ്ട്, നമുക്ക് തളരുന്നവരുണ്ട് കേട്ടോ, അതും കൂടെ പറയാം. തളർന്ന് കരഞ്ഞ് പിഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അല്ല, ഞാൻ അതിനെ ഭയപ്പെടുന്നുമില്ല, എനിക്കത് ബാധിക്കുന്നുമില്ല. കാരണം നമ്മള് മനുഷ്യന്മാർ ഇങ്ങനെയാണ്. ഞാൻ ഇതിനെയും ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ഒരാളാണ്. വളരെ വിശാല മനസ്കതയാണ് ഞാൻ. ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടേ നമ്മുടെ ഒരു സൈക്കോളജി എങ്ങനെയാണ്? ഞാൻ കടലിൽ പോയി കളയലാണ് പഠിച്ചത്. ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് കടൽ. അല്ല, ഞാന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ വലിയ എല്ലാം തലയിൽ കൊണ്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. പിന്നെ ചില കേസ്, ഈ പീഡോ കേസൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. മീൻസ് കുട്ടികളോടുള്ള അബ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട്. പിന്നെ ചില സ്ത്രീകളുടെ കേസുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട്. അവിഹിതവും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പീഡനം എന്നൊക്കെ പറയുന്ന അബ്യൂസിന്റെ കേസ് ആയിക്കോട്ടെ, അഡിക്ഷൻ ഒക്കെ, നമ്മളിതിപ്പോ കേട്ടിപ്പോ നമുക്ക് അങ്ങനെ വലിയൊരു എല്ലാം നമ്മൾ തലയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്കിതൊരു യൂസ്ഡ് ആയി. ഒരു വ്യക്തി ഏത് സമയത്തായിരിക്കും അത് കൊലപാതകത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം? ഒരു നിമിഷത്തിലെങ്കിലും കൊല്ലണമെന്ന് ചിന്തിക്കാത്ത മനുഷ്യന്മാരുണ്ട്.
ദേഷ്യം വരുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യത്തിൽ കൊന്നാലോന്നില്ലേ? കൊന്നാലോ നമുക്ക് തോന്നും. പക്ഷെ നമ്മളുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിലായിരുന്നു. നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകുമ്പോഴാണ്, ഔട്ട് ഓഫ് നമ്മുടെ മൈൻഡിന് നമ്മുടെ കൺട്രോളിൽ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. കൂടുതലും ഇങ്ങനെ ഇപ്പോഴത്തെ കേസിലൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചതിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ എന്താ ചീറ്റ് ചെയ്യുന്നത്, വിശ്വാസവഞ്ചന, ഇങ്ങനത്തെ കേസിലാണ് കൂടുതലും ഇങ്ങനെ വരിക. ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് ഒരു സിനിമ കണ്ടിരുന്നില്ലേ, ലവർ എന്ന് പറഞ്ഞിട്ട്. അതില് നമ്മൾ കാണുന്നത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതിൽ ആ മണികണ്ഠൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ലേഡിയെ സ്നേഹിക്കുന്നു. അത് നമ്മൾ കണ്ടില്ലേ, എല്ലാത്തിനെയും ഇങ്ങനെ അഗ്രസീവായിട്ട് പെരുമാറുന്ന. അപ്പൊ നമ്മൾ ചില ക്യാരക്ടറുകൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സൈക്കോളജി പഠിക്കണം എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റ് ആവാനോ സൈക്കോളജിക്കൽ കൗൺസിലർ ആവാനോ ഒന്നും അല്ല. ആക്ച്വലി വൺസ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരന്റിങ് സ്റ്റൈൽ വേറെ ആയിരിക്കും, നമ്മുടെ ഹസ്ബൻഡിനോട് പെരുമാറുന്ന രീതി വേറെ ആയിരിക്കും. അത് വൺസ് നമ്മളതൊരു പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. മുൻപ് അഹം എന്ന് പറഞ്ഞ സിനിമയിൽ OCD, കുറച്ച് മോഹൻലാലിന്റെ സിനിമയിൽ കണ്ടിട്ടില്ലേ, അതുപോലെ മണിച്ചിത്രത്താഴില്, നമുക്ക് ഈ ഒരുപാട് സിനിമകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് അത് ഇതാണല്ലേ അന്നൊക്കെ മനസ്സിലാവുന്നത്. സൈക്കോളജിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ആ പടം എന്ന് പറയുന്നത് ശരിക്കും മണിച്ചിത്രത്താഴ് തന്നെയാണ്. അതിലെ ശോഭന, ഡ്യുവൽ പേഴ്സണാലിറ്റി, ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോ? ഡ്യുവൽ പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട്. നമ്മള് എന്താ പറയാ, ബൈപോളാർ എന്ന് പറയുന്നത്, ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിന്റെ ഒരു പീക്ക് ലെവല്. ചിലപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നവരുണ്ടാവും, ചിലപ്പോ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടാവും. ബൈപോളാർ, രണ്ടറ്റത്ത് ഉള്ള ഫീലിങ്സ്. അതുപോലെ തന്നെ നമ്മള് തന്നെ ഡുവൽ അല്ലല്ലോ, നമ്മളെ ലൈഫിൽ തന്നെ എത്ര ക്യാരക്ടേഴ്സ്, ഇതിന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടോ എന്ന് ചിന്തിക്കാറില്ലേ? അപ്പൊ ഇതൊക്കെ ഉള്ളത് തന്നെയാണ്, ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ, എന്റെ ഒരു ക്ലയന്റ് എപ്പോഴും പറയും, ഒരു വൺസ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഭാര്യ അടുത്ത മിനിറ്റിൽ എന്താ ചിന്തിക്കുന്നത് പറയാൻ പറ്റില്ല. ഭാര്യ ലേഡീസിന്റെ പൊതുവെ ഒരു രീതിയാണ്, അടുത്ത മൊമെന്റിൽ എന്താണ്. 5 മിനിറ്റ് കുഴപ്പമുണ്ടാവില്ല, അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലല്ല, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ഹോർമോണിന്റെ ഒരു കൂടാരാണ്. മീൻസ് പീരീഡ്സ് വരുന്ന സമയത്ത് ഒരു മൊമെന്റ്, പീരീഡ്സ് ശേഷം ഒരു ഓവലേഷൻ ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ ഹോർമോൺ കൊണ്ട് ഇങ്ങനെ, പിന്നെ ഈ തൈറോയ്ഡ് ഇഷ്യൂ, PCOD, PCOS എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇതിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, മൾട്ടി അല്ലെങ്കിൽ ഡ്യുവൽ അല്ല, അതിനപ്പുറത്തേക്ക് കാണേണ്ടി വരും. ഇങ്ങനെ ഫിലിമിനെ ഇഷ്ടപ്പെടുന്ന ആളാണോ? എനിക്കിങ്ങനെ വളരെ സത്യനാന്തി ഗാർഡിന്റെ ഒക്കെ, എനിക്ക് റീസെന്റ് ലാസ്റ്റ് ഹോം എന്ന് പറഞ്ഞ സിനിമ, എനിക്ക് വളരെ അടി ഇടി അതൊന്നും പാടില്ല. എനിക്ക് വളരെ ശാന്തമായിട്ടുള്ള, എസ്പെഷ്യലി പഴയ സിനിമകള്, ഈ സത്യനാന്തി ഗാർഡിന്റെ സിനിമകളാണ് കൂടുതലും ഇഷ്ടം. നമ്മൾ പറയാറുണ്ടേ, ഈ ഫിലിംസ് നമ്മുടെ വ്യക്തികളുടെ ഒരു ഡെവലപ്മെന്റിന് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അല്ല, അത് വലിയൊരു മീഡിയ അല്ലേ, നമ്മുടെ സൊസൈറ്റിയുടെ നമ്മുടെ ചിന്തകള്, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ പല ദൃശ്യം കണ്ടിട്ട് കൊലപാതകം നടത്തി എന്ന് പറയുന്നത്, അങ്ങനെ നമുക്ക് എല്ലാം, ഇപ്പൊ നമ്മള് റൊമാൻസ് ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് സിനിമകളിലൂടെയൊക്കെയാണ്. അതല്ലാതെ നമ്മള് വേറൊരു മീഡിയ ഇല്ലല്ലോ. സിനിമയിൽ നിന്നാണ് എനിക്കൊന്ന് നമ്മൾ ഈ 90 കിഡ്സിനൊക്കെ കുറച്ചും കൂടെ റിലേറ്റഡ് ആണ് പല കാര്യങ്ങളും അല്ലേ. തീർച്ചയായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്ന് ഷഫീന നസീമിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ എല്ലാവരെയും ആമി, ഇനി ആ ഒരു പേരിൽ ശരിക്കും ഒരു ബ്രാൻഡഡ് നെയിമായി മാറട്ടെ. അത് നമ്മളെല്ലാവരും പ്രത്യാശിക്കുകയാണ് ആ ഒരു പേരിൽ അറിയപ്പെടട്ടെ എന്നുള്ളത്. ആമിന്ന് മാത്രമല്ല, പൗർണമി ഒരു അടിപൊളി പേരാണ്. അതെ അല്ലെ, താങ്ക് യു സോ മച്ച്. ഇത്ര പ്രൊമോഷൻ എനിക്ക് ആരും തന്നിട്ടില്ല. അല്ല, പൗർണമി എനിക്ക് റീസെന്റ് ഒരു പേര് ഇട്ടായിരുന്നു, ഇതൾ എന്ന് പറഞ്ഞു. ഇതൾ സ്വരൂപം എന്ന് പറഞ്ഞ പേര്, വളരെ മലയാളിത്വമുള്ള പേരാണല്ലേ ഇതൾ. ഞാൻ എൻ്റെ മോൻ ഉണ്ടാവുന്നതിന് മുന്നേ എനിക്കൊരു പെൺകുട്ടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ ഇതൾ എന്ന കുട്ടിക്ക് പേരിടാന്ന് കരുതി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആൺകുട്ടി ആയതുകൊണ്ട് നിനവ് എന്ന് പേരിട്ട ഒരു കഥ എനിക്കുണ്ട്. പെട്ടെന്ന് ഈ ഇതൾ എന്നുള്ള പേര് കേട്ടപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ശരിക്കും പേരുകള് നമ്മുടെയൊക്കെ ലൈഫില് ഒരു ഭാഗമാണല്ലേ? ഉറപ്പല്ലേ. നമുക്ക് ആ ഒരു നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ പേരല്ലേ. നമുക്കൊരു ആമി അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുമ്പോൾ നമ്മളെ ആളുകൾ കാണുന്ന രീതി അതിലുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. എല്ലാം ഇപ്പൊ ഒരു ആമി എന്ന് പറയുമ്പോ മാധവിക്കുട്ടിയാണ് ആളുകൾക്ക് ഓർമ്മ വരുന്നത്. ആ മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു കഥാകാരിയെ നമ്മൾ ഓർക്കുന്നത് ഏതെല്ലാം രീതിയിലാണ്. അങ്ങനെ പൗർണമി എന്ന് പറയുമ്പോ നമുക്ക് എന്തൊക്കെ ഓർമ്മ
പക്ഷെ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എപ്പിസോഡ് ആയിരുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. അല്ല ഞാൻ അല്ലേ നന്ദി പറയണ്ടേ? അല്ലെങ്കിൽ ഒരു നന്ദിയില്ലാത്തവളെ ഒരു നന്ദിയിൽ ഒതുക്കേണ്ടതാണ് നമ്മുടെ ഒതുക്കേണ്ടതല്ല. അതെ. ഉറപ്പായിട്ടും. അപ്പൊ വൺസ് അഗൈൻ ഇനിയും നമുക്ക് കാണണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.